ആണ്. അഴീക്കോടൻ രാഘവൻ അനുസ്മരണ പരിപാടിയിൽ ഇ.പി. ജയരാജൻ പങ്കെടുക്കില്ല എന്ന് ഞങ്ങളുടെ കണ്ണൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ന് പയ്യാമ്പലത്തെ അനുസ്മരണത്തിൽ എത്തുമെന്നായിരുന്നു ജില്ലാ കമ്മിറ്റി അറിയിച്ചിരുന്നത്. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനു ശേഷം ഇ.പി. പാർട്ടി പരിപാടികളിൽ എത്തിയിട്ടില്ല. 23 ദിവസമായി ഇ.പി. ജയരാജൻ പാർട്ടി വേദികളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. പക്ഷേ അതേസമയം ഇ.പി. ജയരാജൻ കൊച്ചിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. M.M. ലോറൻസിന് ആദരാഞ്ജലി അർപ്പിക്കാൻ എറണാകുളത്തേക്ക് യാത്ര തിരിച്ചു എന്നാണ് ഞങ്ങളുടെ കണ്ണൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. അർജുൻ കല്യാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, ഈ M.M. ലോറൻസിന് ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി കണ്ണൂരേക്ക് വന്നതുകൊണ്ട് കൊച്ചിയിലേക്ക് വരുന്നതുകൊണ്ട് ഇന്നിപ്പോൾ അഴീക്കോടൻ സ്മാരക പരിപാടിയിൽ പങ്കെടുക്കാത്തതാണോ? കാരണം രണ്ടിടത്തും കൂടി അദ്ദേഹത്തിന് പങ്കെടുക്കാൻ ഇന്ന് കഴിയില്ലല്ലോ. തീർച്ചയായിട്ടും M.M. ലോറൻസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം എറണാകുളത്തേക്ക് തിരിച്ചിരിക്കുകയാണ്. എന്നാൽ ജില്ലാ കമ്മിറ്റിയുടെ അറിയിപ്പിൽ ഇ.പി. ജയരാജൻ പങ്കെടുക്കും എന്നുള്ളത് തന്നെയാണ് പത്രക്കുറിപ്പിൽ ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്തത്. ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത് അത് ഒന്നും തന്നെയല്ല. അതായത് കഴിഞ്ഞ 23 ദിവസമായി അദ്ദേഹം പാർട്ടി വേദികളിലൊന്നും തന്നെ എത്തിയിട്ടില്ല. ഓഗസ്റ്റ് 30 CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ LDF കൺവീനർ സ്ഥാനത്തു നിന്നും ഇ.പി. ജയരാജനെ മാറ്റാൻ തീരുമാനിക്കുന്നു. ഓഗസ്റ്റ് 31 അദ്ദേഹം സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാതെ കണ്ണൂരിലെ വീട്ടിലേക്ക് എത്തുന്നു. അതിനുശേഷം അദ്ദേഹം പാർട്ടി നേതാക്കളുമായി മുഖാമുഖം നേരിട്ട് കാണാനുള്ള ഒരു ഇടയുണ്ടായിട്ടുള്ളത് സീതാറാം യെച്ചൂരിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ വെച്ചുകൊണ്ട് മാത്രമാണ്. അതിനിടെ സെപ്റ്റംബർ 9 ചടയൻ ഗോവിന്ദൻ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ജില്ലാ കമ്മിറ്റി ഇതേപോലെ തന്നെ അറിയിപ്പ് നൽകിയതാണ്. പക്ഷേ ആ ഘട്ടത്തിലും അദ്ദേഹം ആയുർവേദ ചികിത്സയാണ് എന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ആ പരിപാടിയിലും പങ്കെടുക്കാതെ മാറി നിൽക്കുകയാണ്. ഇന്നിപ്പോൾ അഴീക്കോടൻ അനുസ്മരണ പരിപാടിയിൽ രക്തസാക്ഷി അനുസ്മരണ പരിപാടിയിൽ പയ്യാമ്പലത്തെ പുഷ്പാർച്ചനയിൽ പങ്കെടുക്കുമെന്നായിരുന്നു അറിയിപ്പ്. എന്നാൽ M.M. ലോറൻസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എറണാകുളത്തേക്ക് പോകേണ്ടതുള്ളതുകൊണ്ട് ഈ പരിപാടിയിലേക്ക് എത്തില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം കണ്ണൂരിൽ നിന്നും എറണാകുളത്തേക്ക് വന്ദേ ഭാരതിൽ യാത്ര തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തുടർച്ചയായി CPIM ഒരു കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. സാധാരണ രീതിയിലുള്ള ഏതെങ്കിലും താഴെത്തട്ടിലുള്ള പ്രവർത്തകരോ അല്ലെങ്കിൽ നേതാവോ മാത്രമല്ല, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന രീതിയിൽ ഇ.പി. ജയരാജൻ തുടർച്ചയായി കഴിഞ്ഞ 23 ദിവസമായി ഓഗസ്റ്റ് 31 സംസ്ഥാന കമ്മിറ്റി നടക്കുമ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടുള്ള ഇ.പി. ജയരാജൻ അതിനുശേഷം സെപ്റ്റംബർ മാസം ഇന്നിപ്പോൾ 23 ആ 23 ദിവസവുമായി ഒരു പരിപാടികളും പാർട്ടി വേദികളൊന്നും തന്നെ പങ്കെടുത്തിട്ടില്ല എന്നത് വളരെയധികം രാഷ്ട്രീയ ചർച്ചയായി തന്നെ ഉയരേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ഇ.പി. പാർട്ടി വേദികളിൽ നിന്ന് ഒരു പിന്മടക്കം അല്ലെങ്കിൽ അത്തരത്തിലൊരു പിന്മാറ്റം ആഗ്രഹിക്കുന്നു. പാർട്ടി വേദികളിൽ പങ്കെടുക്കാതെ പാർട്ടിയെ തനിക്കുള്ള നീരസം പരസ്യമായി തന്നെ പ്രകടമാക്കുകയാണോ എന്നുള്ള ഒരു സംശയമാണ് നമുക്ക് ഈ സംഭവങ്ങളുടെ ഒരു റിട്ടയർമെന്റിന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടോ എന്ന് നമുക്കറിയില്ല. നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കാം. ഇനി വരും ദിവസങ്ങളിൽ അദ്ദേഹം മനസ്സ് തുറക്കുമ്പോഴേ അറിയാൻ സാധിക്കും. അദ്ദേഹം എന്തായാലും ഒരു പുസ്തകം എഴുതുന്നുണ്ട്. പക്ഷേ ഒരു കൗതുകകരമായ കാര്യം, പാർട്ടിയുടെ പൊതുപരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നില്ല. പക്ഷേ പാർട്ടി നേതാക്കളുടെ നിര്യാണത്തിൽ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. സീതാറാം യെച്ചൂരിയുടെ മരണവാർത്ത അറിഞ്ഞ് അദ്ദേഹം ഡൽഹിയിലെത്തിയിരുന്നു. നമുക്ക് അദ്ദേഹം ദീർഘമായ അഭിമുഖമാണ് അന്ന് ആ സമയത്ത് നൽകിയതും. ഇപ്പോൾ M.M. ലോറൻസിൻ്റെ മരണവാർത്ത അറിഞ്ഞ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എറണാകുളത്തേക്ക് വരുന്നു. അതേസമയം അഴീക്കോടൻ സ്മാരക പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നുമില്ല. ഇതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം മാനസികമായ ഒരു പൊളിറ്റിക്കൽ റിട്ടയർമെൻറ്റിന് തയ്യാറെടുക്കുകയാണോ എന്നതാണ്. സജീവമായൊരു പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാതെ M.M. ലോറൻസിനെ പോലൊരു മുതിർന്ന നേതാവിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ അദ്ദേഹം എത്തുന്നു. അദ്ദേഹത്തെ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. കാരണം M.M. ലോറൻസൊക്കെ ഇ.പിയുടെ കാലഘട്ടത്തിൽ വളരെ ഇ.പിക്കൊക്കെ ആവേശം പകർന്ന നേതാവാണ് എന്ന കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ കുറ്റം പറയാൻ കഴിയില്ല. പക്ഷേ ആളുകൾക്ക് സംശയിക്കാം. 23 ദിവസമായി അദ്ദേഹത്തെ പാർട്ടി വേദികളിലൊന്നും കാണുന്നില്ലല്ലോ. ഇന്നൊരു സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഇന്നും അദ്ദേഹം അവിടെ എത്തുന്നില്ല. പകരം M.M. ലോറൻസിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കാനാണ് എത്തുന്നത്. അത് സ്വാഭാവികമാണ്.